ബ്രില്യൻ വിക്ടറി ഡേ. പതിനായിരക്കണക്കിലധികം വരുന്ന വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കെടുത്ത അതിഗംഭീരമായ മെഡിക്കൽ വിക്ടറി ഡേ. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാ ഇവന്റ് തന്നെയായിരുന്നു ബ്രില്യൻ വിക്ടറി ഡേ. അങ്കമാലിയിലെ അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ആവേശത്തിന്റെ നിറച്ചാർത്താൽ വർണ്ണവിസ്മയം തീർത്തു. കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികളും മാതാപിതാക്കളും അവരുടെ ബന്ധുമിത്രാദികളും എത്തുന്ന കാഴ്ച ഏറെ ആവേശകരമായിരുന്നു. പതിനാല് ജില്ലകളിൽ നിന്നും എത്തിയ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും കൃത്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും അവിടെ നിന്ന് മഹാ ഇവന്റ് നടക്കുന്ന വേദിയിലേക്ക് എത്തിച്ചേരുവാനുമൊക്കെ വലിയ ക്രമീകരണങ്ങളാണ് സജ്ജമായിരുന്നത്. പതിനായിരക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു തിരക്ക് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ യാതൊരുവിധ തിരക്കും അനുഭവപ്പെടാത്ത രീതിയിൽ കൃത്യമായി എടുത്തു പറഞ്ഞാൽ ബ്രില്യൻ്റായി എല്ലാവിധ ക്രമീകരണങ്ങളും ബ്രില്യൻ്റ് മാനേജ് ചെയ്തു. യഥാസമയത്ത് തന്നെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം വിക്ടറി ഡേയിലെ ചടങ്ങിൽ അണിനിരന്നു. കേരളം ഉറ്റുനോക്കിയ ഈ മഹാ ഇവന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി ആർ ബിന്ദു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് 1 കോടി രൂപ, നീറ്റ് ടോപ്പർ, ഓൾ ഇന്ത്യ റാങ്ക് 1ാം സ്ഥാനം, രാജ്യത്തിന്റെ അഭിമാനം ശ്രീനന്ദ് ശർമിലിന് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് ആ മഹാവേദിയിൽ നൽകുന്ന കാഴ്ച ചടങ്ങിലെ ഏറ്റവും അഭിമാനം നിറഞ്ഞ കാഴ്ചകളിൽ ഒന്നായിരുന്നു. ഇത്രയും മഹനീയമായ വേദിയിൽ ഏറെ അഭിമാനത്തോടുകൂടി നിന്ന ഒരാളാണ്, പേരൻസ് ആണ് അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശ്രീനന്ദ് ശർമിലിന്റെ പേരിലൊക്കെയാണ് ഇനി പേരൻസ് അറിയപ്പെടുന്നത്. നാട്ടിലൊക്കെ വലിയ വലിയ സ്വീകരണങ്ങൾ നടന്നു കഴിഞ്ഞു ഇതിനോടകം. അതുപോലെ തന്നെ ബ്രില്യൻ വിക്ടറി ഡേയിൽ അതിഗംഭീരമായൊരു സ്വീകരണമാണ് ശ്രീനന്ദിന് ലഭിച്ചത് അല്ലെ. ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് സാറ് ഏറെ ആദരപൂർവ്വം, ബഹുമാനപൂർവ്വം, സ്നേഹപൂർവ്വം ഒക്കെ ശ്രീനന്ദിനെ അവിടെ വെച്ച് ആദരിക്കുകയുണ്ടായി. എന്ത് തോന്നി ആ ഒരു നിമിഷം? എന്താണ് പറയാനുള്ളത്? സ്വപ്നം കണ്ടിരുന്നു ഈ ഒരു നിമിഷം? വളരെയധികം സന്തോഷം തോന്നി. സ്വപ്നം കണ്ടായിരുന്നു. ഇവിടെ ബ്രില്യനിൽ ചേർന്നപ്പോൾ തന്നെ എനിക്ക് ഈ വിക്ടറി ഡേയെ പറ്റി അറിഞ്ഞപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ കയറണം, ഈ പ്രൈസ് വാങ്ങിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. 720 സ്വപ്നമായിരുന്നോ? ഫസ്റ്റ് കിട്ടണം എന്ന് തന്നെ സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യം അതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഫസ്റ്റ് നേടിയിട്ട് തന്നെ ഈ സ്റ്റേജിൽ കയറിയിട്ട് ഈ പ്രൈസ് വാങ്ങിക്കാൻ വളരെയധികം സന്തോഷം, അഭിമാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. 1 കോടി രൂപയ്ക്ക് അർഹനായ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ്
1 കോടി രൂപ കിട്ടിയ ആ ഒരു സന്തോഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ബ്രില്യൻ ടീമിനോട്? ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ 1 കോടി എന്ന തുക കിട്ടുമ്പോൾ വളരെ ചിന്തിക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്, എങ്കിലും വളരെയധികം സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. കണ്ടപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റ്സും വിശിഷ്ടാദികളും അവരൊക്കെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ആദരിക്കപ്പെടുന്നതൊക്കെ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു പ്രതീതി പോലെ എനിക്ക് തോന്നിയത്. ഞങ്ങളൊരു ഡ്രീം കം ട്രൂ എന്നുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴേ. അതെ, രണ്ടുപേരും അമ്മയും അച്ഛനും ഡോക്ടറാണ് അല്ലെ. ഈ ഒരു MBBS എന്നൊരു സ്വപ്നം ശ്രീനന്ദ് കണ്ടു തുടങ്ങുന്നതിന്റെ ഏറ്റവും വലിയ മാതൃകയാക്കിയത് നിങ്ങൾ രണ്ടുപേരെയും ആയിരിക്കും. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ സാറിന്റെ ഒരു ഡോക്ടർ മേഖലയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അവരെല്ലാം എന്ത് പറഞ്ഞു സാർ ഈ ഒരു നേട്ടത്തെ കുറിച്ചൊക്കെ? എല്ലാവരും ഈ ഒരു ഒന്നടങ്ക നാട് എന്ത് പറഞ്ഞു? എല്ലാരും ഓരോരുത്തരായിട്ട് വിളിച്ച് അനുഭവിക്കുന്നുണ്ടായി. നാട്ടിലെല്ലാരും എന്റെ സുഹൃത്തുക്കളും ഡോക്ടേഴ്സ്, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് പഠിച്ചത്. അവിടുന്ന് എല്ലാവരും വിളിച്ചു, എന്റെ ടീച്ചേഴ്സ് വിളിച്ചു, സ്കൂളിൽ വിളിച്ച് പഠിച്ച സ്കൂളിംഗ് മുതലുള്ള ടീച്ചേഴ്സ് എല്ലാരും വിളിച്ചു. കാരണം ഞാനൊരു സെലിബ്രിറ്റി ആയിരുന്നു. എല്ലാരും പേപ്പർ ത്രൂ എല്ലാം എന്നെ പറ്റി എല്ലാരും വിളിച്ചു. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പിന്നെ ബ്രില്യന്റിന്റെ വീഡിയോ സീരീസ് കാണുമ്പോൾ ശിവൻ സാറിന്റെ വീഡിയോ എല്ലാം ഉണ്ടായിരുന്നു. ഡ്രീം 720 എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. ഞാനത് കാണാറുണ്ടായിരുന്നു. ഞാൻ അതിലെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ആ ഡ്രീം ഒരു റിയാലിറ്റി ആയി മാറുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ അവനത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ബ്രില്യന്റ് നൽകിയ ഒരു 1 കോടി രൂപ സ്കോളർഷിപ്പിനെ കുറിച്ചൊക്കെ എന്താ പറയാം? കുട്ടികൾക്കൊരു മോട്ടിവേഷൻ ആണ്. അവർക്ക് ഇനി ഇതൊരു അവരുടെ ഒരു ജേർണി സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പം. അത് അവരുടെ ഇനി ഫ്യൂച്ചർ പെർസ്പെക്റ്റീവിന് വളരെയധികം അതും ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൂടി കിട്ടുന്നുണ്ട്. അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കുട്ടികൾക്ക് ഇനി വരുന്ന ജനറേഷൻ അവർക്ക് അതൊരു മോട്ടിവേഷൻ ആവാൻ സാധിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഏട്ടനെ പോലെ തന്നെ നീറ്റ് എഴുതണം എന്നാണ് ഉള്ളത്. പിന്നെ 10th സ്ക്രീനിങ് ടെസ്റ്റ് വരുന്നുണ്ട് ബ്രില്യന്റില്. അപ്പം അത് എഴുതി പിന്നെ KE മാന്നാണ് സ്കൂളിൽ കിട്ടണം. അത് എനിക്ക് നീറ്റ് എക്സാം. പിന്നീട് ബഹുമാനപ്പെട്ട മന്ത്രി R. ബിന്ദു മനോഹരമായ വാക്കുകൾ കൊണ്ട് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും സദസ്സ് കീഴടക്കുകയും ഓൾ ഇന്ത്യ റാങ്ക് 49ഉം 715 എന്ന സ്കോറും നേടിയ ദേവദർശൻ R. നായരെ 10 ലക്ഷം രൂപ നൽകി ആദരിക്കുകയും ചെയ്തു. ഏറെ അഭിമാനമുണ്ടല്ലോ ഈ നിമിഷം. എന്ത് തോന്നുന്നു ബ്രില്യൻ വിക്ടറി ഡേയിലേക്കൊക്കെ എത്തിയപ്പോ? വളരെ സന്തോഷമുണ്ട് ഇങ്ങോട്ട് ഈ വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഒരുപാട് വിശിഷ്ട വ്യക്തികളുടെ അനുഗ്രഹത്തോടെയൊക്കെ എൻ്റെ ഈ മെഡിക്കൽ ഫീൽഡിലോട്ടുള്ള ഈ യാത്ര തുടങ്ങാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്റ്റേജിൽ കയറി എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് തന്നെ സമ്മാനം മേടിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. എന്ത് തോന്നി? ആ ഒരു മുന്നോട്ടുള്ള സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി, 10 ലക്ഷം രൂപ കിട്ടിയപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷമുണ്ട്. ഇത് കാണുന്ന ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതൊരു പ്രചോദനമാവട്ടെ, ഇനിയും നല്ല വിവരങ്ങളോട്ട് എത്താനായിട്ടുള്ള പ്രചോദനമാവട്ടെ. മാതാപിതാക്കൾക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് അവരുടെ മക്കളുടെ നേട്ടങ്ങളിലാണ്. വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വളരെ നല്ല ക്രമീകരണങ്ങളാണ്. വളരെ ഊഷ്മളമായ സ്വാഗതം. നമുക്ക് വിജയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടീം വർക്കാണല്ലോ. ദേവദർശൻ നേടിയ വിജയം സത്യത്തിൽ ബ്രില്യൻ ടീമിന്റെയും കൂടി വിജയമാണല്ലോ. അങ്ങനെ ഒരു അവസരത്തിൽ ആ ടീം അംഗങ്ങളുടെ കൂടെ ഈ വിജയത്തിന്റെ സന്തോഷം പങ്കുവെക്കാനും വിശിഷ്ടാതിഥികളിൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാനും അങ്ങനെ ഒരു സുദീർഘമായ ഒരു പ്രൊഫഷണൽ കരിയറിന്റെ തുടക്കം ഇങ്ങനെ മനോഹരമായ രീതിയിൽ തുടങ്ങാൻ സാഹചര്യം ഒരുക്കി തന്ന ബ്രില്യന്റിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാനിപ്പോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ബ്രില്യന്റിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ റിപ്പീറ്റർ ആയിരുന്നു. അതിനു മുമ്പ് 2 വർഷം അവരുടെ ലോങ് ടേം ബാച്ചിലും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി VN വാസവൻ 715 മാർക്ക് നേടിയ ഓൾ ഇന്ത്യ റാങ്ക് 73 നേടിയ അഭിഷേക് BJക്ക് 10 ലക്ഷം രൂപ നൽകി ആദരിക്കുകയും ചെയ്തു. ഒരു വർഷമായിട്ടുള്ള കഷ്ടപ്പാടിന്റെ ആ ഒരു ഫലമായിട്ട് എനിക്ക് ബ്രില്യന്റിന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ സ്കോളർഷിപ്പായിട്ട് ലഭിക്കുകയും ചെയ്തു. അപ്പോ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു നിമിഷമാണ്. അഭിഷേകിന്റെ മാത്രമല്ല, ദ പ്രൗഡ് പേരൻസ് ഒപ്പം ഉണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചിയും ഡോക്ടറാണ് അല്ലെ? ഓക്കെ, ബ്രില്യന്റിലെ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലെ? ഒരു എക്സ് ബ്രില്യന്റിനായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ചേച്ചിയോടും കൂടെ നമുക്ക് ഇതുപോലൊരു വിക്ടറി ഡേയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ തന്നെയാണ് ചേച്ചി. ഇപ്പൊ ഏറെ അഭിമാനത്തോടുകൂടി അനിയന്റെ വിക്ടറി ഡേക്ക് നമ്മുടെ വേദിയിലൊക്കെ വന്നിരിക്കുന്ന കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടു. അപ്പൊ നമുക്ക് മറ്റു കാര്യങ്ങളോട് ചേച്ചിയോട് കൂടെ ചോദിക്കാം. പ്രോഗ്രാമിൽ ഇങ്ങനെ പങ്കെടുക്കാൻ സാധിച്ചതിനും പിന്നെ എന്റെ അനിയൻ അവൻ 1 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഫലം ഇത്രയും നന്നായിട്ട് വന്നതിൽ ഒക്കെ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്.
മോന് 73 റാങ്ക് കിട്ടി, 720 705 സ്കോർ കിട്ടി. അവന് ട്രോഫിയും ഗോൾഡ് മെഡലും 10 ലക്ഷം രൂപയുടെ ഒരു സ്കോളർഷിപ്പും ബ്രില്യൻറ്റിൽ നിന്ന് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ബ്രില്യൻ്റ് ഒരു മഹാസംഭവമായിട്ട് തന്നെയാണ് നമുക്കിവിടെ തോന്നുന്നത്. കാര്യം ബ്രില്യൻ്റ് ഇത്രയും നല്ല ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ചെയ്തു. ആയിരക്കണക്കിന് പേര് സമ്മാനങ്ങൾ മേടിക്കാൻ, ആയിരക്കണക്കിന് കുട്ടികളും രക്ഷിതാക്കളൊക്കെ ഇവിടെ വന്ന് ഇത്രയും നല്ലൊരു അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ബ്രില്യൻ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അഭിഷേകിന്റെ കഠിനാധ്വാനത്തിന്റെയും പിന്നെ ബ്രില്യന്റിന്റെ ആ ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു രീതിയുടെയും കൂടെ ഫലമാണ് നമുക്ക് ഇന്നത്തെ വിക്ടറി ഡേ. അതിന്റെ ഒരു പരിസമാപ്തിയാണ് ഇന്നത്തെ വിക്ടറി ഡേ. വളരെ ഭംഗിയായിട്ട് ഇത്രയും കൂടുതൽ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ ഒരു ക്രൈസിസ് വന്നപ്പോൾ, സുപ്രീം കോടതി കേസ് സംബന്ധിച്ചൊരു ക്രൈസിസ് വന്നപ്പോൾ എന്റെയും എൻ്റെ കുടുംബത്തിന്റെ എൻ്റെ മോന്റെയും കൂടെ ഇത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന് അവന് ഇത്രയും വിൽ പവർ കൊടുത്ത് ഒന്നുമില്ല മോനെ എന്നുള്ള രീതിയിൽ അവനെ ഇവിടം വരെ കൊണ്ടെത്തിച്ച് അവനെ ആ സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ കൊണ്ടുപോയി ഇവിടെ എത്തിച്ചതിന് ബ്രില്യന്റിന് 100 കോടി നന്ദി അറിയിക്കുന്നു. വളരെ കൂടുതൽ ആളുകൾ, 10,000-ഓളം ആളുകൾ എത്തിയേക്കുന്ന ഒരു ഫംഗ്ഷനാണ്. പക്ഷെ അത് വളരെ അറേഞ്ച്ഡ് ആയിട്ട് ചെയ്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ, ആരെയും വെയിറ്റ് ചെയ്യിക്കാത്ത രീതിയിൽ ഇത്രയും നന്നായിട്ട് ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മക്കളുടെ വിജയത്തിലാണ്. അതിന് 2 തവണ എനിക്ക് അവസരം തന്ന ബ്രില്യന്റിനോട് നന്ദി അറിയിക്കുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 82 നേടിയ അഭിനവ് സുനിൽ പ്രസാദിനെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ 10 ലക്ഷം രൂപ നൽകി ആദരിച്ചു. ഏറെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ബ്രില്യൻ വിക്ടറി ഡേയുടെ ഭാഗമായത്. ഇപ്പൊ പ്രൗഢ ഗംഭീരമായ ഒരു വേദിയിൽ കയറി റോഷി അഗസ്റ്റിൻ സാറാണ് 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ഒക്കെ നൽകിയത്. എന്ത് തോന്നി ഈ ഒരു നിമിഷം? വളരെ സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷം പറയാൻ പറ്റുന്ന അത്രയും വാക്കുകൾ അത്രമാത്രം സന്തോഷത്തിലാണ് അല്ലെ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അഭിനവ് ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഏറ്റവും പ്രൗഡായിട്ടൊപ്പം നിൽക്കുന്ന പേരന്റ് ആണ്, അതുപോലെ തന്നെ റിലേറ്റീവ് ആണ് അല്ലെ. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമോഷണലി മെന്റലി ഒക്കെ. ഏറ്റവും കൂടുതൽ അഭിനവിനെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് അഭിനവിന്റെ ഒപ്പം ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പേരൻസിനോടും കൂടെ അതിനെ കുറിച്ച് ചോദിച്ചാൽ വളരെ സന്തോഷം, അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്രൗഡിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത്. അതും എന്റെ മകൻ ഈ ഉന്നത വിജയം നേടി ഈ ഒരു അവസരത്തിലായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നമ്മളുടെ കുടുംബത്തിൽ വന്ന ഫസ്റ്റ് റാങ്ക് ആണിത്. ആദ്യമായിട്ട് ഒരു റാങ്ക് ഹോൾഡർ ആണ്. മാത്രമല്ല ഇപ്പൊ ഇവിടെ ഈവന്റിന് വരാൻ പറ്റിയത് അവൻ ഒരാൾ കാരനാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഈവന്റിന്റെ അറേഞ്ച്മെന്റും എല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് എന്താ പറയാ, ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ വളരെ സന്തോഷം. കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പ് നൽകിയാണ് 2500-ലധികം വിദ്യാർത്ഥികളെ ബ്രില്യന്റ് ആദരിച്ചത്. വിദ്യാഭ്യാസത്തിനും സ്വന്തം നാടിനും നന്മയ്ക്കും ഏറെ പരിഗണന കൊടുക്കുന്ന ഒരു മനോഹര കുടുംബമാണ് എന്നും ബ്രില്യൻ ഫാമിലി. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ സഹോദരങ്ങൾക്ക് നഷ്ടപ്പെടലിന്റെ വേദനയിൽ ഒരു കൈത്താങ്ങായി ബ്രില്യൻ ഫാമിലി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ 40 ലക്ഷം രൂപ മന്ത്രി ശ്രീ VN വാസവൻ ബ്രില്യന്റ് വിക്ടറി ഡേയുടെ ചടങ്ങിൽ വെച്ച് സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ 10,000-കണക്കിലധികം വരുന്ന വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും അഭിമാന നിർഭരമായ വേദിയെ പ്രതീക്ഷയുടെ ആശംസകളുടെ വാക്കുകൾ കൊണ്ട്, അനുമോദനങ്ങൾ കൊണ്ട് ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുന്നതിനായി ഒരുപാട് വിശിഷ്ടാതിഥികൾ ഉണ്ടായിരുന്നു ചടങ്ങിൽ. ചാലക്കുടിയിൽ നിന്നുമുള്ള ലോകസഭാംഗമായ ബഹുമാനപ്പെട്ട ബെന്നി ബെഹനാൻ, മുതിർന്ന കേരള കോൺഗ്രസ് നേതാവും കോട്ടയം MP യുമായ ശ്രീ ഫ്രാൻസിസ് ജോർജ്,
അങ്കമാലിയിൽ നിന്നുള്ള നിയമസഭാംഗമായ ശ്രീ രാജി എം ജോൺ, 2019 മുതൽ പാലായിൽ നിന്നുമുള്ള നിയമസഭാംഗവും നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപകാംഗവുമായ ശ്രീ മാണി സി കാപ്പൻ, കൊച്ചി രാജഗിരി ഹോസ്പിറ്റൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സയൻസിലെ ഡയറക്ടർ പത്മശ്രീ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയും അറിയപ്പെടുന്ന കവിയുമായ VP ജോയ് IAS, കോട്ടയം നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ശ്രീ AJ തോമസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയായ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ മാനേജിംഗ് ഡയറക്ടർ മധു S നായർ, സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ ശ്രീ CP ജോൺ, കേരളത്തിലെ യുവജന നേതാക്കളിൽ പ്രമുഖനും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സയ്യദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, രാജ്യത്തെ പ്രശസ്തരായ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധരിൽ പ്രധാനിയും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായ ഡോക്ടർ ജയകുമാർ TK, നാഷണൽ കൗൺസിൽ ഓഫ് CBSE സ്കൂൾ സെക്രട്ടറി ജനറൽ ഇന്ദിര രാജൻ, മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനഭവൻ, മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജൻ മുണ്ടമറ്റം, മുനിസിപ്പൽ കൗൺസിലർ ഓഫ് പാല ശ്രീ ജിമ്മി ജോസഫ്, കിൻഫ്ര ഫിലിംസ് ആൻഡ് വീഡിയോ പാർക്ക് മുൻ ഡയറക്ടർ ശ്രീ ജോർജ് കുട്ടി അഗസ്റ്റിൻ. അതോടൊപ്പം തന്നെ ബ്രില്യന്റിന്റെ ഈ വിജയകരമായ വിക്ടറി ഡേക്ക് ഇത്രയും ജനപ്രീതി ലഭിക്കാൻ കൃത്യമായ ആസൂത്രണവും നിർദ്ദേശങ്ങളും നൽകി അവിടേക്കെത്തിയ എല്ലാവരെയും ഹൃദയം കൊണ്ട് സ്വീകരിച്ച ബ്രില്യന്റിന്റെ 4 ഡയറക്ടേഴ്സ്, ഒപ്പം ആ നിർദ്ദേശങ്ങൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് 10,000-കണക്കിലധികം സ്റ്റാഫ് അംഗങ്ങളെയും മറ്റെല്ലാ പ്രോഗ്രാമുകളെയും നയിച്ച ശിവൻ സാറും സെറിമോൻ സാറും അടങ്ങുന്ന എല്ലാ ടീം അംഗങ്ങളും കർമ്മനിരതരായി സേവനമനുഷ്ഠിച്ചു. കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത പ്രോഗ്രാമിന് വലിയ സ്വീകാര്യതയാണ് കേരളത്തിലെ 10,000-കണക്കിലധികം ജനങ്ങളുടെ ഇടയിൽ ലഭിച്ചത്. അതുപോലെ തന്നെ ചടങ്ങിലെ ഭക്ഷണ വൈവിധ്യം അതും ഏറെ ആസ്വദിച്ചു തന്നെയാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അപ്പോൾ 2024 മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് 10,000-കണക്കിലധികം വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് എത്തിച്ചേർന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കുമായിട്ട് സ്വാദിഷ്ടമായ ഒരു സ്നേഹവിരുന്നും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല തിരക്കാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അത്ര ആസ്വദിച്ചാണ് നമ്മുടെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അവരോട് ബ്രില്യൻ വിക്ടറി ഡേ എങ്ങനെയുണ്ടെന്നും അതുപോലെ തന്നെ ഈ സ്നേഹവിരുന്നൊക്കെ എങ്ങനെയുണ്ട്, അവർ ആസ്വദിച്ചൊക്കെ എത്രത്തോളമാണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയണ്ടേ. വാ, നമുക്ക് റാൻഡമായിട്ട് തന്നെ ആളുകളോട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ 2024 ബ്രില്യൻ വിക്ടറി ഡേ? അടിപൊളിയായിരുന്നു. ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉഗ്രനായിരുന്നു, നല്ല ഭക്ഷണം. ഒന്നും പറയണ്ട, ഇതുവരെ ഇങ്ങനെ ഒരു അവാർഡും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നാമത് വലിയ സ്റ്റേജും ഇത്രയും പിള്ളേരെയും കണ്ടിട്ട് വേറെ ലെവല് ഫീലിംഗ്, രോമാഞ്ചം വരുന്നത്. ഇത്രയും വലിയ ക്രൗഡിനെ നന്നായി പരിപാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വളരെ പ്ലഷർ മൊമെന്റ് ആയിരുന്നു. എല്ലാ ഐറ്റവും നന്നായിട്ടുണ്ട്, എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി, വളരെ നന്നായിട്ടുണ്ട്. ഇത്രയും പ്രൗഡ് ഗംഭീരമായ ഒരു സദസ്സ്, അതുപോലെ തന്നെ നമുക്ക് എല്ലാം സ്നാക്സ് ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാം നല്ല പെർഫെക്റ്റ്. നമ്മൾ ഓക്കെയാണ്, നമ്മൾ ഫുൾ കംഫർട്ടാണ്. നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു, നല്ല ഹ്യൂജ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആങ്കറിംഗ് ആണെങ്കിലും മിസ്സുമാരും കോർഡിനേറ്റേഴ്സിനെയും എല്ലാവരെയും കാണാൻ പറ്റി. ഫുഡും അടിപൊളിയായിരുന്നു, ബാൻഡും അടിപൊളിയായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ മൂത്ത മകൾക്ക് ഇതേ പ്രോഗ്രാമിൽ തന്നെ പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ അന്ന് ഇതിനേക്കാളും ആൾ കുറവായിരുന്നു, എങ്കിലും അതിനേക്കാളും ഏതാണ്ട് ഡബിളോളം ആൾ കൂടുതലുണ്ടായിരുന്നിട്ടും വളരെ ഭംഗിയായിട്ട് വളരെ കിടലനായിട്ട് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കൂടാതെ നമുക്ക് ഏറ്റവും അവസാനം ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും അവസാനം ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും പിള്ളേർ ഒതുങ്ങിയിരുന്ന കുട്ടികളെ വളരെ ഒരു ആർജവത്തോടു കൂടി അതുപോലെ തന്നെ അടിപൊളിയായിട്ട് അവരെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആ ഫോട്ടോ സെഷനിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ മകളത് പ്രത്യേകമായിട്ട് പറഞ്ഞു, ആ ഫോട്ടോ സെഷനോട് കൂടിയാണത് ഒരു ലെവലിലേക്ക് വന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി ഒന്നും പറയാനില്ല, അടിപൊളി പ്രോഗ്രാം. ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നില്ല ഇവിടെ വന്നത്. ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു വരുമ്പോൾ. ഇവിടുത്തെ സിസ്റ്റം ആയാലും ഇപ്പം നമുക്ക് ട്രോഫി തരുന്നതായാലും മെഡൽ തരുന്നതായാലും ഇപ്പോൾ യൂണിഫോം തരുന്നതായാലും എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു. നമുക്ക് ആ ഒരു റഷ് ഫീൽ ചെയ്തേയില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ ഒരു മൊമെന്റിനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. യൂട്യൂബ് ലൈവിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് അടുത്ത വർഷം ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കണം വളരെ ആഗ്രഹിച്ചു. അത് ദൈവ അനുഗ്രഹത്താൽ അതിന് സാധിച്ചു. വളരെ ഭംഗിയായിട്ട് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് കേരളത്തിന് ഓൾ കേരള സെൻറ്ററായി വെച്ചതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും പരിചയം നല്ല സൗകര്യപൂർവ്വം എത്തിപ്പെടാൻ പറ്റി. വളരെ ലൈഫിൽ നിങ്ങൾക്ക്
ഏറ്റവും കിട്ടുന്ന ഒരു നല്ലൊരു മൊമെന്റാണ് ഇപ്പോൾ ഉള്ളത്. ഒരേ സ്വപ്നവും ഒരേ ലക്ഷ്യവുമായി ബെർലിനിലേക്ക് കടന്നു വന്ന 2500-ലധികം വിദ്യാർത്ഥികളും മാതാപിതാക്കളും ബെർലിനിൽ ഒരുക്കിയ വർണ്ണശബളമായ വേദിയിലെ കലയുടെ കാണാ കാഴ്ചകളിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾ മതിമറന്ന് ആഘോഷിച്ചു. ഒരുപാട് പ്രതീക്ഷയോടെ ബെർലിനിലേക്ക് കടന്നു വന്ന ഈ 2500-ലധികം വരുന്ന വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളുടെയും ജീവിതത്തിൽ വലിയ ഒരു സ്വാധീനം ചെലുത്താൻ ബെർലിൻ സ്റ്റഡി സെന്ററിന് സാധിച്ചു. സുപ്രീം കോടതി പോലും കേരളം എന്ന സംസ്ഥാനത്തെ ഈ വലിയ റിസൾട്ടിനെയും ആ റിസൾട്ടിൽ ഇത്ര വലിയ വിജയം സൃഷ്ടിച്ച ബെർലിനിനെയും അനുമോദിക്കുമ്പോൾ അഭിമാനമേറെ ഉണ്ടാകുക ബെർലിനിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമാണ്. അർപ്പണബോധവും ആത്മവിശ്വാസവും കൊണ്ട് ഇന്നോളം ലക്ഷക്കണക്കിന് ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും ബെർലിനിലൂടെ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. അവരെല്ലാം ആഘോഷത്തിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ഇതുപോലെ വിക്ടറി ഡേയുടെ ഭാഗമായി ഇപ്പോൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ ഡോക്ടറോ എഞ്ചിനീയർമാരോ ആയി നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുകയാണ്. ബെർലിൻ ഫാമിലി, നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് പറയട്ടെ, 41ാമത് ബെർലിൻ വിക്ടറി ഡേ മനോഹരമാക്കിയത് ലോകത്തിലെ പല കോണിൽ നിന്നെത്തിയ നിങ്ങൾ ഓരോരുത്തരുമാണ്. രാജ്യത്തെ നമ്പർ 1 എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഖ്യാതി നേടിത്തന്നതും നിങ്ങൾ വിജയികൾ ഓരോരുത്തരുമാണ്. ബെർലിൻ അന്നും ഇന്നും അറിയപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ വിജയങ്ങളിലൂടെയാണ്. ബെർലിൻ അന്നും ഇന്നും ആഘോഷിക്കാറുള്ളത് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സ്വപ്ന സാക്ഷാത്കാരം മാത്രമാണ്. ഇന്നോളം തന്നതിനെല്ലാം നന്ദി.